കിഡിലൻ പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു. അതായത് കമ്മ്യൂണിറ്റിയിലെ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് നല്ല പ്ലേയേഴ്സും അതുപോലെ അന്നത്തെ കമ്മ്യൂണിറ്റിയിലെ ടോപ്പ് സ്ട്രീമറായ ഗോകു ഉണ്ടായിരുന്ന ക്ലാനാണ് മാർസലസ് എന്ന് പറയുന്ന MRC. ഐഷോ സ്പീഡിന്റെ ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നു. ഈ ക്യാരക്ടർ വെച്ചിട്ട് അവൻ ഇത് നല്ലൊരു ഓഡിയൻസിനെ ബിൽഡ് ചെയ്യുന്നു, ഹ്യൂജ് കൗണ്ട് ഓഡിയൻസിനെ ബിൽഡ് ചെയ്യുന്നു, കോൺട്രവേഴ്സീസ് വരുന്നു, എല്ലാം വരുന്നു. ഇപ്പൊ നമ്മളൊന്നും വിചാരിക്കാത്തൊരു രീതിയിലാണ് ഇവർ തമ്മിലുള്ള കാര്യങ്ങൾ പുറത്തോട്ട് പോയത്. അതുകൊണ്ടിപ്പോ നമ്മള് എല്ലാവരുടെ കൂടിയിട്ടാണ് നമ്മളിപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി ഈ ഓർഗിന്റെ പേരിൽ ഒന്നും ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. MRC ഗ്യാങ്ങിന്റെ അപരാധം യൂണിവേഴ്സ് സംഭവം കയറി സീരിയസ് ആയിരിക്കുകയാണ്. ഈ ഒരു വിഷയത്തിൽ DGP ഇടപെട്ടിട്ടുണ്ട്, അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. ഇനിയിപ്പം തൊപ്പിയും മൂഞ്ചും ഇവന്റെയൊക്കെ കൂട്ടത്തിലുണ്ടായിരുന്ന ഇപ്പുറത്തൊന്നും ചെളിവാരി എറിഞ്ഞുകൊണ്ടിരുന്ന ഷമീർ ഇവന്മാരെ എല്ലാണോ മൂഞ്ചും ഇവന്മാര് പെടണം എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അമ്മാതിരി അപരാധങ്ങളായിരുന്നല്ലോ കിടന്ന് കാണിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നത്. നമ്മളൊക്കെ ഗുണ്ട ടീംസ് മറ്റേ ഞങ്ങൾ വലിയ മറ്റേതാണ് മറിച്ചാണ് ഈ ഡ്രഗിന്റെ ഈ സാധനങ്ങളെല്ലാം ഇവന്മാരെ തന്നെ പഞ്ചാബൊക്കെ എടുത്ത് കാണിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ. എന്നിട്ട് PKസിന്റെ കാര്യം പറയുന്നു. എന്നിട്ട് തൊട്ടപ്പുറത്തൊന്ന് ഷമീറൊക്കെ എന്താണ് ഭയങ്കര സെന്റിമെന്റൽ ആയിട്ട്, അയ്യോ ഗൈസ് ഞാനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്ത തെറ്റെന്താണ്, ഇങ്ങനെ ഒരുത്തനെ എക്സ്പോസ് ചെയ്ത് കാണിച്ചതാണ്, അവന്റെ തെറ്റുകൾ എടുത്ത് കാണിച്ചതാണ്. ഈ ഇവന്മാരൊക്കെ ആലോചിക്കണ്ടേ, ഇവനോടെ ചേർന്ന് ചെയ്തേക്കുന്ന തെറ്റുകളൊക്കെയാണ് ഇവന്മാര് അല്ലേ. എന്നിട്ട് വലിയ പുണ്യാത്മാവാൻ വന്നിരിക്കുന്നത്. തുപ്പുവിന്റെ അപ്പുറത്തല്ല ഏടെ മണ്ടൊക്കെ അടിച്ചിട്ട് പിന്നെ സേഫ് ആവും എന്നുള്ളതാണ് വിചാരിച്ചേക്കുന്നത്. എന്താണെങ്കിൽ ഇത്രയും നാള് കോൺഫിഡന്റ് ആയിട്ട് സംഭവങ്ങളെല്ലാം ചെയ്തേക്കുന്ന അത്ര ജഗജില്ലാടി ആയിട്ടുള്ള തൊപ്പി കമന്റ് സെക്ഷൻ വരെ ഓഫ് ആക്കി ഇട്ടേക്കുന്നത്. ലാസ്റ്റ് ഇട്ടേക്കുന്ന ഒരു വീഡിയോക്കകത്ത് പോലീസ് സ്റ്റേഷനിൽ പോയി കൊടുക്കാന്നൊക്കെ പറഞ്ഞേക്കുന്ന ഈ സംഭവത്തിനകത്ത്. ഓക്കെ, അങ്ങനെ വരെ കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. എന്നാണെങ്കിലും സ്ട്രീമിംഗ് കമ്മ്യൂണിറ്റിക്ക് ഇവന്മാരെ നല്ലൊരു പേരാണ് എന്തായാലും നിലവിൽ ഉണ്ടാക്കി വെച്ച് കൊടുത്തേക്കുന്നത്. നമുക്കിനി ആദ്യം തന്നെ ആ ഒരു ന്യൂസ് കേൾക്കാം. അതിനുശേഷം അച്ചായനും ഈഗിൾ ഗെയിമിങ്ങിനൊക്കെ പറയാനുള്ള കുറച്ച് സംഭവങ്ങളുണ്ട്, നമുക്ക് അതിലോട്ട് വരാം. വാർത്തയിലേക്ക്. തൊപ്പി ഗ്യാങ്ങിനെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവി അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമനയുടെ പരാതിയിലാണ് DGP റവാഡ ചന്ദ്രശേഖർ ഉത്തരവിട്ടിരിക്കുന്നത്. കേരള സംസ്ഥാന സൈബർ ഓപ്പറേഷൻസ് പോലീസ് സൂപ്രണ്ട് ഈ വിഷയം അന്വേഷിക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. പോക്സോ കേസ്, നാർക്കോട്ടിക് MDMA ഉപയോഗം, മാനസിക ശാരീരിക പീഡനങ്ങൾ, അശ്ലീല പ്രചരണം, സൈബർ കുറ്റകൃത്യങ്ങൾ, അങ്ങനെ ഒരു പിടി ആരോപണങ്ങൾ നേരിടുന്ന ഒരാൾ കൂടിയാണ് തൊപ്പി. ഇയാൾ സമൂഹത്തിന് വലിയൊരു മെനസാണ് എന്ന തരത്തിലുള്ള ആരോപണമൊക്കെ നേരത്തെ വന്നിരുന്നു. ഇപ്പോൾ ഇതടക്കം അന്വേഷിക്കാനാണ് ഉത്തരവിട്ടിരിക്കുന്നത്. നവമി ദിനേശ് വിവരങ്ങളുമായി ചേരും. നവമി, എന്താണ് അന്വേഷണ പരിധിയിൽ വരിക? തൊപ്പി ഒടുവിൽ കുടുങ്ങുമോ? രഞ്ജിത്ത്, തൊപ്പിയെ നമുക്കറിയാം, നേരത്തെയും ഇത്തരത്തിൽ വിവാദത്തിൽപ്പെട്ട ഒരാളാണ്. ഈ ലൈവ് സ്ട്രീമിങ്ങിലൂടെ കോടികൾ സമ്പാദിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഈ തൊപ്പി എന്ന യൂട്യൂബർ. ഇപ്പോൾ തൊപ്പിക്കെതിരെയാണ് ഇപ്പോൾ കേസ് വന്നിരിക്കുന്നത്. ശ്രീജിത്ത് പെരുമനയാണ് DGPക്ക് പരാതി നൽകിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ DGP അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും എവിടെയാണ് ഇതുവരെയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. സൈബർ പോലീസിന്റെ പരിധിയിലാണോ ഈ കേസ് വരുന്നത് എന്നൊക്കെ നമുക്ക് അറിയാവുന്നതേ ഉള്ളൂ. എന്നാൽ നിലവിൽ എവിടെയും തൊപ്പിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല പോലീസ്. ഇതിൽ പറയുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസമായി തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ വലിയ ഒരു പോര് തന്നെ നടക്കുകയാണ്. പ്രത്യേകിച്ച് തൊപ്പിയും അതോടൊപ്പം തന്നെ തൊപ്പിക്ക് ഒപ്പം ഉണ്ടായിരുന്ന അവർ ഒരു 3-4 ഫ്രണ്ട്സ് കൂടിയാണ് ഈ സ്ട്രീമിംഗ് നടത്തുന്നത്. അതിൽ മമ്മു എന്ന് പറയുന്ന തൊപ്പിയുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്, 2-3 പേരുണ്ട്. അപ്പോൾ ഇവരാണ് പെട്ടെന്ന് തൊപ്പിയുമായി അടിച്ചു പിരിയുകയും പിന്നീട് അവർ സ്വന്തമായി ഒരു യൂട്യൂബ് ചാനലിലൂടെ വന്നിട്ട് തൊപ്പിക്കെതിരെ ഇത്തരത്തിലുള്ള ഗുരുതരമായ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുകയും ചെയ്യുന്നത്. അതിൽ പറയുന്നത് പ്രകാരം തൊപ്പി വീട്ടിൽ ലഹരി ഉപയോഗിക്കും, തങ്ങളുടെ വീട്ടിലൊക്കെ തൊപ്പി ലഹരി കടത്താറുണ്ട്, ഒപ്പം തങ്ങളെയൊക്കെ വലിയ രീതിയിൽ ഉപദ്രവിക്കും, തൊപ്പി പണം നൽകില്ല, തൊപ്പിയുടെ അടിവസ്ത്രം പോലും ഞങ്ങളെ കൊണ്ട് കഴിപ്പിക്കും, മുഖത്തൊക്കെ തൊപ്പി അടിക്കും, ഒപ്പം സ്ത്രീകൾക്ക് പല സ്ത്രീകളെയും ആവശ്യപ്പെട്ടതിന് ശേഷം അവർക്ക് പണം കൊടുത്ത് ഒതുക്കുന്ന രീതിയിലേക്കൊക്കെ, അതും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെയൊക്കെ തൊപ്പി ഇത്തരത്തിൽ ഉപയോഗിക്കുന്നു എന്ന ഗുരുതരമായിട്ടുള്ള പരാമർശങ്ങളൊക്കെയാണ് ഈ തൊപ്പിയുടെ സുഹൃത്തുക്കൾ ഉന്നയിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു ഉത്തരവ് ശ്രീജിത്ത് പെരുമന നൽകിയ പരാതിയിൽ ഉത്തരവ് ഇട്ടിരിക്കുന്നത്. അന്വേഷിക്കണം, ഇതിന്റെ സത്യാവസ്ഥ എന്താണ്, തൊപ്പിക്കെതിരെ കേസെടുക്കാനുള്ള വകുപ്പുകളുണ്ടോ, ഈ സുഹൃത്തുക്കൾ പറയുന്നത് ശരിയാണോ എന്നതൊക്കെ ആയിരിക്കും അന്വേഷിക്കുക. ഇതിൽ പോക്സോ കേസുകൾ, നർക്കോട്ടിക് MDMA ഉപയോഗം, മാനസിക ശാരീരിക പീഡനങ്ങൾ, അശ്ലീല പ്രചരണം, സൈബർ കുറ്റകൃത്യങ്ങൾ തുടങ്ങിയ ആരോപണങ്ങളാണ് തൊപ്പി എന്ന നിഹാദിനെതിരെ സുഹൃത്തുക്കൾ ഉന്നയിക്കുന്നത്. എന്തായാലും ഇതിലിപ്പോൾ ഒരു അന്വേഷണത്തിലേക്ക് ഉത്തരവിട്ടിരിക്കുകയാണ്. കൂടുതൽ വിശദാംശങ്ങളൊക്കെ പുറത്തു വരുന്നതേ ഉള്ളൂ. രഞ്ജിത്ത്, ഈ അന്വേഷണം വന്നിട്ട് ഇവന്മാരെ എല്ലാത്തിനെയും പൂട്ടണം. കാരണം ലൈവായിട്ട് ഇവന്മാരെ ഈ പഞ്ചാബും സാധനങ്ങളൊക്കെ എടുത്ത് കാണിച്ചിട്ട് ഇതൊക്കെ ഇവിടെ ഉണ്ടെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞല്ലേ. എന്നിട്ട് ഈ PKസും കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കിന് കൃത്യമായിട്ടുള്ള അന്വേഷണം വന്നിട്ട് ഇത്രയും ദിവസം ഇവന്മാരെ കാണിച്ചു കൂട്ടിയേക്കുന്ന എല്ലാ അപരാധങ്ങൾക്കും ഇവന്മാരെ പിടിച്ച് അകത്താക്കണം എന്നുള്ള എനിക്കറിയുള്ളത്. കാരണം വെച്ചാൽ കുറെ പീക്കിൽ പിള്ളേരുണ്ട്, ഇവരുടെയൊക്കെ അന്ത ഫാൻസായിട്ട് ഇരിക്കുന്ന കുറെ കൊച്ചു പിള്ളേരൊക്കെ ഇപ്പൊ തൊപ്പി ഗീ ജയ് അല്ലെങ്കിൽ ഷമീർ ഗീ ജയ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്ന് കളിക്കുന്ന കുറെ കൊച്ചു പിള്ളേരുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് ഓക്കെ ഇത് ഭയങ്കര മാസാണ്, സൂപ്പറാണ്, കിടിലമാണെന്ന് പറഞ്ഞിട്ട് കുറച്ച് പിള്ളേരുടെ ടിപ്പുണ്ട്. പൊന്നു മക്കളെ, ഇതൊക്കെയാണ് അവസ്ഥ. ഇങ്ങനെയൊക്കെ സാധനങ്ങൾ കണ്ടിട്ട് നിങ്ങളെ ഭയങ്കര ഇൻസ്പിറേഷൻ ആക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാവി ജീവിതം ജയിലിനകത്തായിരിക്കും എന്നുള്ളത് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ അന്ന് തൊപ്പിയുടെ ഒക്കെ ആണെങ്കിൽ മറ്റേ പബ്ലിക്കായിട്ട് ഒരു പാട്ട് പാടിയപ്പോഴത്തേക്കിന് പോലീസുകാർ വന്നിട്ട് അത്രയും ഭീകരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ കാണിച്ചിട്ട് തൊപ്പിനെ തൂക്കിയെടുത്തുകൊണ്ട് പോയിട്ടുള്ളതാണ്. അപ്പം തൊപ്പി തന്നെ പറയുന്നത് ഇവന്മാർ ഇതിനകത്ത് ഇത്രയും സാധനങ്ങൾ കയറ്റുന്ന ഇത്രയും സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ട് എന്തുകൊണ്ട് ഇവന്മാരുടെ വീട്ടിൽ കയറിയിട്ട് അന്നത്തെ കൂട്ടത്തെ ഒരു സീൻ ഇതാണ് സത്യം പറഞ്ഞ ഇഷ്യൂ ആക്കേണ്ടുന്ന വിഷയം അല്ലേ. പോലീസുകാരൊന്നും അത്രയും പ്രശ്നം ആക്കേണ്ടുന്ന വിഷയം ഇതാണ്.
അല്ലാതെ അന്നത്തെ മറ്റേ ആ പാട്ട് പാടിയതിൻ്റെ പേരിലല്ല പോലീസുകാർ ചെയ്യേണ്ടത് അല്ലേ. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരു സീനുണ്ട്. കഴിഞ്ഞ ദിവസം ഹക്കീം എൻ്റെ കാസറ്റ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ നോക്കുമ്പോൾ ആ ഒരു വീഡിയോയും കാണുന്നില്ല, ഹക്കീമിൻ്റെ അക്കൗണ്ടും കാണുന്നില്ല. ഇനി അത് വീണ്ടും ആരെങ്കിലും അടിച്ച് കളഞ്ഞാണെന്ന് എനിക്കറിയത്തില്ല. ആ വീഡിയോയ്ക്കകത്ത് പറയുന്നത് ഹക്കീമിനെ മുമ്പൊരിക്കൽ ഹക്കീമുമായിട്ടുള്ള ബന്ധം വെച്ചിട്ട് തൊപ്പി ഒരു ദിവസം കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തിനാണെന്ന് വെച്ചാൽ, നിങ്ങൾ എത്ര പേർക്ക് ഓർമ്മയുണ്ടെന്നുള്ളത് എനിക്കറിയത്തില്ല, മിഷേൽ ഷാജി കേസ് ഇന്നും അത് തെളിയിക്കപ്പെടാതെ കിടക്കുന്ന ഒരു കേസാണ്. ആ മിഷേൽ ഷാജി കേസിൽ കുറച്ച് ഗുണ്ടകളുമായിട്ട് ബന്ധപ്പെടുന്ന കണക്ട് ചെയ്യുന്ന ലിങ്ക് വെച്ചിട്ട് ഒരു വീഡിയോ ഹക്കീം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടായിരുന്നു തൊപ്പി ഹക്കീമിനെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. തൊപ്പി വിളിച്ചത് ആർക്ക് വേണ്ടിയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ആരെക്കുറിച്ചുള്ളൊരു വീഡിയോ ആയിരുന്നു, ഏത് ഗുണ്ടാ സംഘത്തിലോട്ട് ലീഡ് ചെയ്യുന്ന ഒരു കാര്യമാണോ പറഞ്ഞത്, ആ ഗുണ്ടകൾക്ക് വേണ്ടിയിട്ടാണ് തൊപ്പി ഇത്തരത്തിൽ ഹക്കീമിനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാര്യം തൊപ്പി തന്നെ ഓൾറെഡി പറയുന്നുണ്ട് ലൈവിനകത്തൊക്കെ ഇവന് ഇത്തരത്തിലുള്ള ബന്ധവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ. അപ്പം അങ്ങനെയുള്ളപ്പോൾ ആ ഒരു കേസിൽ തൊപ്പി ഇത്തരത്തിൽ ഹക്കീമിനെ കോൺടാക്ട് ചെയ്ത് ഇത് റിമൂവ് ആക്കണം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ തൊപ്പി ഈ ഇവരുമായിട്ടുള്ള ബന്ധം വെച്ചും ഒക്കെ പറ്റി എന്തൊക്കെ കാര്യങ്ങൾ, ഇപ്പം ഷമീർ തന്നെ ഇവരുടെ വീഡിയോക്കകത്ത് പറയുന്നുണ്ട്, ഇപ്പം തന്നെ ഓൾറെഡി 40% 60% എന്തോ ആയിട്ടേ ഉള്ളൂ, ഇനിയും വരാണ്ട് കുറേ കാര്യങ്ങൾ എന്ന് പറഞ്ഞ് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ ഇത് പറയുമ്പോൾ ഷമീർ സൂപ്പറാണ് കിടിലാണെന്നല്ലേ, ഇവന്മാരെല്ലാവരും കൂടെ ഒരുമിച്ചുള്ള പരിപാടിയെ പറ്റിയിട്ടാണ് ഈ പറയുന്നത്. അങ്ങനെയുള്ളപ്പോൾ അങ്ങനെ ആ ഒരു ഇത്രയും ഇതായിട്ടുള്ള ആ ഒരു കേസിൽ പോലും, മിഷേൽ ഷാജി കേസിൽ പോലും ആ ഒരു വീഡിയോ റിമൂവ് ആക്കണമെന്ന് ഹക്കീമിനെ വിളിച്ചിട്ട് തൊപ്പി ഇത്തരത്തിൽ പറയണമെന്നുണ്ടെങ്കിൽ മറ്റെന്തൊക്കെ കാര്യങ്ങളിൽ ഇവന്മാർ ഇവിടെ ചെയ്തു കൂടി, എന്തൊക്കെ പെറുപ്പുകേടുകൾ ഇവന്മാർ ഇവിടെ കാണിച്ചു കൂടിയിട്ടുണ്ടായിരിക്കും അല്ലേ. ഇനിയും കഴിഞ്ഞ ദിവസമാണെങ്കിൽ അച്ചായൻ ഇവരെ കുറിച്ചൊരു വീഡിയോ തന്നെ ലൈവ് സ്ട്രീം ചെയ്തപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, നമുക്ക് അതുകൂടെ കേൾക്കാം. ഹോസ്പിറ്റലിൽ കൊണ്ടുവരുമ്പോൾ തൊപ്പി ക്യാഷ് വല്ലതും തന്നോ ഇല്ലയോ? അവൻ ക്രിപ്റ്റോ സ്ക്രിപ്റ്റ് ആയിരുന്നു. അതെ അവൻ സ്ക്രിപ്റ്റ് ആയിരുന്നു. പക്ഷെ എനിക്ക് ചെയ്തോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമ്മൾ എന്തിനാണ് വെറുതെ ഇവിടെ പറഞ്ഞത്? നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് എന്താ, നിങ്ങൾ കൊണ്ടു തരുമോ ഇപ്പോൾ തന്നില്ലെങ്കിൽ? അല്ലെ തന്നത് കുറഞ്ഞു പോയെങ്കിൽ അച്ചായ കുഴപ്പമില്ല, ഞാൻ നിങ്ങൾക്ക് ഇത്രയും തരാമെന്ന് പറയുമോ? ഇല്ലല്ലോ. ലീവ് ദാറ്റ്. റാംബോ ഒരു ഡോഗ്, സീരിയസ്ലി ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിലെ പട്ടിയുടെ പേര് റാംബോ എന്ന് ഞാൻ അവനെ പറഞ്ഞ് കളിയാക്കാറുണ്ട്. വാട്ട് അബൌട്ട് മമ്മു? ഇപ്പം പറയണ കാര്യം എന്താണെന്ന് പോലും പറയാനും അത് പറഞ്ഞ് തീർക്കാൻ പോലുമുള്ള ബോധവും ബുദ്ധി ഇല്ലാത്തൊരുത്തൻ, വിദ്യാഭ്യാസവും വിവരവും 7 അയലൊക്കത്തൂടി പോകാത്തൊരുത്തൻ, തേങ്ങ എന്ന് പറഞ്ഞാൽ മാങ്ങാന്ന് കേൾക്കണ ഒരുത്തൻ. ഞാൻ അന്ന് തന്നെ നിങ്ങളോടൊക്കെ പറഞ്ഞല്ലേ ഇത് നടപടിയാണ് കേസല്ലെന്ന്. വാട്ട് അബൌട്ട് മുന്നു ഈസ് എ ജം. മുന്നു എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ ഉള്ളത് എപ്പോഴും നല്ലതാണ്. പ്രശ്നങ്ങളെ നേരിടാനും അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനും കൂട്ടത്തിൽ നിൽക്കാനും ഒക്കെ പറ്റുന്ന ഒരു കൂട്ടുകാരനാണ് മുന്നു. അപ്പോൾ മുന്നു എന്ന് പറയുന്ന വ്യക്തിക്ക് വേറൊരു ലെവൽ റേഞ്ചാണ്. പിന്നെ അവനെ ഈ കൂട്ടത്തിലുള്ള ഗുണങ്ങളൊക്കെ പറഞ്ഞ് തിരിക്കുകയും മറിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ബോധവും ബുദ്ധിയും തലയ്ക്കാത്ത ആൾ താമസമുള്ള ഒരു മനുഷ്യനാണ്, അത്രേ ഉള്ളൂ. മോശമാണ് തൊപ്പിയുടെ വോയിസ് ക്ലിപ്പ്, അത് ഒറിജിനൽ ആണെങ്കിൽ തീർച്ചയായിട്ടും മോശമാണ്. അങ്ങനെയൊന്നും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. തൊപ്പിയുടെ വോയിസ് ക്ലിപ്പ് ഒറിജിനൽ ആണെങ്കിൽ അത് വളരെ മോശമാണ്. നമ്മളത് ഒറിജിനൽ ആണെങ്കിൽ എന്നാണ് ഞാൻ പറയുന്നത്. ഈ ഒരു ഫൈറ്റിങ് നടക്കുമ്പോഴത്തേക്ക് ഈ വോയിസ് ഒക്കെ കേട്ടിട്ട് നമ്മൾ തീരുമാനിക്കരുത്. കാരണം ഇപ്പോൾ ഒത്തിരി സാധ്യതകളുള്ളതാണ്. ഇപ്പോൾ ഞാൻ പറയുമ്പോഴത്തേക്ക് ഞാൻ അവനെ സപ്പോർട്ട് ചെയ്യാൻ പോയിരുന്നത് അങ്ങനെയല്ല. ഇനി ഒരുപക്ഷെ ഇനി അവൻ്റെ ഒറിജിനൽ വോയിസ് ആണെങ്കിൽ അവൻ കാണിച്ചത് മഹാപിറപ്പാണ്, പറഞ്ഞത് മഹാപിറപ്പാണ്. പിന്നെ അതിനെ കുറിച്ച് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞേക്കാം, സപ്പോർട്ട് ചെയ്യാമെന്ന് ഒരിക്കലും കരുതരുത്. കാര്യം തൊപ്പി എന്ന് പറയുന്ന വ്യക്തിയല്ല, ഞാനായിക്കോട്ടെ നിങ്ങളായിക്കോട്ടെ ആരും ആയിക്കോട്ടെ, നമ്മളൊരു ഫ്രണ്ട്സ് സർക്കിളിൽ ഇരുന്നുകൊണ്ട് നമ്മളൊരു യാത്ര പോകുമ്പോൾ, നമ്മളൊരു അടിച്ചുപൊളി മൂഡിൽ പോകുമ്പോൾ നമ്മൾ ആരെങ്കിലും കാണുമ്പോഴത്തേക്ക് നോർമലി കമൻറ്റ് ചെയ്യാറുണ്ട് ഇല്ലേ? നിങ്ങൾ ചെയ്യാറില്ലേ? അപ്പോൾ അതൊക്കെ കണ്ടിട്ട് അതിനെ വേറൊരു രീതിയിൽ നമ്മൾ പറയുന്നതിനൊക്കെ ഒരു മര്യാദ ഉണ്ടാവും. ഇപ്പോൾ ഈ പറഞ്ഞതൊക്കെ മര്യാദയുടെ അപ്പുറത്തേക്കുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ആ പറഞ്ഞ കാര്യങ്ങളെ ആരും അറിയാതെ റെക്കോർഡ് ചെയ്തിട്ട് വെളിയിൽ കാണിക്കുക എന്ന് പറയുന്നത് മഹാദരിദ്രമാണ്. അതിനോട് ഞാൻ എന്ത് പറയാനാണ്? അപ്പോൾ അതൊരു പ്രശ്നത്തിൽ നിന്നും വേറൊരു പ്രശ്നത്തിലേക്ക് പോകുന്ന വഴിക്ക് വിജയിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന അത്രയ്ക്കൊക്കെ ശത്രുത ഉണ്ടാവേണ്ട ഒരു കാര്യമൊക്കെ ഉണ്ടായിട്ടുണ്ടോ അതിനകത്ത്? ഇനിയിപ്പോൾ അത് ഒറിജിനൽ ആണെങ്കിൽ എന്നാണ് ഞാൻ പറഞ്ഞത്. ഒറിജിനൽ അല്ലെങ്കിൽ യവന്മാർ പെടും. ഡിഡ് യു കോൾ റാംബോ ഓർമ്മനോ? ഞാൻ വിളിച്ചിട്ടൊന്നുമില്ല. ഞാൻ ഈ റാംബോനെ ഒന്നും എനിക്ക് പുള്ളി ഇവിടെ നൈസായിട്ട് തന്നെയാണ് കാര്യം പറഞ്ഞിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഈഗിളിന്റെ ഒരു സീൻ വരുന്നത്. ഈ വിഷയം തുടങ്ങി അന്ന് തൊട്ട് തന്നെ ഈഗിൾ ഗെയിമിങ്ങിനെ ഇതിനകത്തോട്ട് ഡ്രാഗ് ചെയ്തിടാനെ കൊണ്ട് പല രീതിയിലും പലരും ശ്രമിക്കുന്നുണ്ട്. കമന്റ് സെക്ഷനിലും ഇത്തരത്തിൽ ഈഗിൾ ഗെയിമിങ്ങിനെ ഡ്രാഗ് ചെയ്തിടാനെ കൊണ്ട് ഈഗിളിനെ പറ്റിയിട്ട് പറ, അത് പറ, ഇത് പറയാന്നൊക്കെയുള്ള അവരുടെ വീഡിയോക്കകത്തും ട്രോൾസിനകത്തും വരുന്ന ഓരോ വീഡിയോക്കകത്തൊക്കെ ഈഗിൾ ഗെയിമിനെ ഡ്രാഗ് ചെയ്യുന്നുള്ള കുറച്ച് സംഭവങ്ങൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെ പറ്റി ഈഗിൾ ഗെയിമിങ് പറയുന്നതായിരുന്നു നമുക്ക് കേൾക്കാം. അപ്പം തൊപ്പിയുടെ ആയാലും ഷമീറിന്റെ ആയാലും കമന്റ് സെക്ഷനിൽ എന്റെ കുറച്ച് പേര് ഇങ്ങനെ എടുത്തിടുന്നുണ്ടായിരുന്നു, എന്തെങ്കിലും കിട്ടുമോ, എന്തെങ്കിലും ഇതാക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള രീതിയിൽ. ഒന്നത്തെ കാര്യം തൊപ്പിയിടാന്ന് പറഞ്ഞ കാര്യത്തിന്റെ റിപ്ലൈക്ക് വേണ്ടിയിട്ടും കുറെ ആൾക്കാർ വെയിറ്റ് ചെയ്തിരുന്നല്ലോ അളിയാ. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അതെല്ലാം വിട്ടോ, അതിനെ പറ്റി അല്ല ഞാൻ സംസാരിക്കുന്നത്. ഇതിന്റെ അപ്പുറത്തെ അളിയാ, ഈ വെളിയിൽ ഈ മറ്റേ കുറെ ലീച്ച് ക്രിയേറ്റേഴ്സ് ഉണ്ടല്ലോ, അതായത് ഈ സിറ്റുവേഷൻ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഫേസ് ക്യാം ഇട്ട് ചുമ്മാ ഇങ്ങനെ ഇരുന്ന് മറ്റേ കുടുംബശ്രീ പറയുന്ന കുറെ അമ്മമാരുണ്ടല്ലോ, ഇവന്മാർക്ക് ഇൻഫോ കളക്ട് ചെയ്യുന്ന ഗ്രൂപ്പുകളുണ്ട് കേട്ടാ. ഈ ഇൻഫോ കളക്ട് ചെയ്യുന്ന ഗ്രൂപ്പിനകത്ത്
ഇവന്മാരുടെ പുതിയ അന്വേഷണം, ഇവന്മാർക്ക് ഈ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ വേണ്ട, അത് കഴിഞ്ഞ്, അതവർക്ക് ആഘോഷം കഴിഞ്ഞ്. ഇതിനകത്തുണ്ടല്ലോ അളിയ, ഇതിനകത്ത് ഇനി അടുത്തത് വേണ്ടുന്നത് എന്റെ പെണ്ണ് കേസ്, എന്റെ അണ്ടി കേസ്, എന്റെ പറക്കേസാണ്. മനസ്സിലായ ഇവന്മാർക്ക്? ഇതില് രണ്ടു മൂന്ന് ഈ കണ്ടന്റ് ഇടുന്ന രണ്ടു മൂന്ന് അമ്മമാരുണ്ട് കേരളത്തിൽ. എനിക്ക് പേര് പറഞ്ഞില്ലേ, പേര് ഞാൻ അല്ലാതെ പറഞ്ഞോളാം. ഇവന്മാരത് പ്രൈവറ്റ് ഗ്രൂപ്പിൽ പറഞ്ഞതുകൊണ്ട് എനിക്കത് വലിയ ഇതായിട്ട് എടുക്കാൻ പറ്റത്തില്ല. പബ്ലിക് ഗ്രൂപ്പിൽ അവൻ ഏതെങ്കിലും ഒരു താഴെ എന്റെ പേര് മെൻഷൻ ചെയ്യുവാണെങ്കിൽ അളിയ അവനത് കൊണ്ടുവരണം. കൊണ്ടുവന്നില്ലെങ്കിൽ അളിയ ഞാൻ അവനെ ജയിലിൽ കയറ്റും. ഞാനൊരു 10, 50, 60 കോളേജിൽ ഞാൻ വെളിയിൽ പോയി പബ്ലിക് ഷോസും മറ്റേ അണ്ടി ഇതെല്ലാം ചെയ്യുന്നതാണ്. എന്നെ പറ്റി ഏതെങ്കിലും ഒരു പെങ്കൊച്ച് വന്ന് ഇങ്ങനെ ഒരു അപരാധം എന്റെ അടുത്ത് പറഞ്ഞാൽ ഞാൻ എന്റെ അണ്ടി ലൈവ് വെട്ടി എന്റെ അണ്ടി വെട്ടി കടലെറി. മനസ്സിലായേ? ഞാൻ എന്റെ സാമാനം വെട്ടി ലൈവ് വെട്ടി എന്റെ സാമാനം വെട്ടി കടലെറി. അതാണ് എന്റെ സ്റ്റേറ്റ്മെന്റ്. അതിന് മുകളിൽ ധൈര്യമുള്ള ഏതെങ്കിലും ഒരുത്തനുണ്ടെങ്കിൽ കൊണ്ടുവരണം. മനസ്സിലായി? ഞാൻ അളിയ കഴിഞ്ഞ ഒരു 1.5 വർഷത്തിൽ ഏകദേശം ഒരു 50 കോളേജിൽ ഷോസ് ചെയ്ത് ഒരു 100 കോളേജിൽ ഗസ്റ്റ് ആയിട്ട് പോയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു പെങ്കൊച്ചിനോടോ ഏതെങ്കിലും ഒരാളുടെ അടുത്തോ ഫാക്കൽറ്റീസിന്റെ അടുത്തോ അവിടുത്തെ ഉള്ള ഒരാളുടെ അടുത്ത് മോശമായിട്ട് ഞാൻ പെരുമാറിയിട്ടുണ്ടെന്ന് പറയുവാണെങ്കിൽ അളിയ ഇവന്മാരുടെ ഫ്രസ്ട്രേഷൻ വേറെ അളിയ. അതായത് ഈ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ ഒരാളെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ ഒരാളെ കിട്ടുവാണെങ്കിൽ ആ പ്രശ്നം ഉള്ളവന്റെ കൂടെ അപ്പുറത്ത് ആരും നീറ്റായിട്ട് നിൽക്കുന്നു, അവരുടെ എന്തെങ്കിലും കിട്ടുമെന്നാണ് ഇവന്മാർക്ക് ആദ്യം അറിയേണ്ടത്. ഈ പ്രശ്നമുള്ളവന്മാരെ പിന്നെയും വേണ്ട അളിയ ഇവർക്ക്. അവന്റെയൊക്കെ അന്വേഷണം, എടാ നിന്റെയൊക്കെ മോളിൽ കുറെ അവന്മാര് ഗൈസ് ഈ എന്റെ കാസറ്റും ബാക്കി മറ്റേ ഡ്രേക്കും ഇവരൊക്കെ മറ്റേ കേരളം കത്തി അൻവിന്റെ ഇഷ്യൂവിൽ നിൽക്കുന്ന സമയത്ത് എന്റെ ഫോട്ടോ 10 വട്ടം സ്റ്റോറി ഇട്ടിട്ട് എന്നെ പറ്റി എന്തെങ്കിലും ഒരു അലിഗേഷൻ കൊണ്ടുപോകാന്ന് പറഞ്ഞ് 100 സ്റ്റോറി ഇട്ടവരാ അവര്. 100 സ്റ്റോറി. മനസ്സിലായ? 100 സ്റ്റോറി ഇട്ടവരാണ് ഈ പറയുന്ന ഡോക്ടർ ഡ്രേക്കും മറ്റേ അവരൊക്കെ. അന്ന് നിങ്ങൾക്ക് പബ്ലിക്കിന് ആർക്ക് വേണേലും പോയി പറയാറുണ്ട് എന്നെ പറ്റി ഒരു അലിഗേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഞാൻ ഒരുത്തനെ കട്ടോ മോട്ടിച്ചോ പറ്റിച്ചോ അല്ലെങ്കിൽ വല്ല ഈ പറയുന്ന പോലെ പെണ്ണേസോ അണ്ടിക്കേസോ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അന്ന് അവന്മാർക്ക് വന്ന് പറയാറുണ്ട്. അവിടെ ഒരാള് ഇത് മെയിനായിട്ട് മറ്റേ ടെലഗ്രാമിന്റെ സീനൊക്കെ പുള്ളി പുറത്തോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം അന്ന് തൊട്ടേ പുള്ളിക്ക് ഈ ഒരു കൂട്ടത്തിൽ നിന്നും ഒക്കെ കുറെ ഇത്രയും കുറച്ച് ശത്രുത ഉള്ള ടീംസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, ഇതൊക്കെ പുറത്തു വന്നിട്ട് പിന്നെ ഇത് എക്സ്പോസ് ചെയ്തേ പറ്റൂന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വെമ്പൽ കൊണ്ട് നടക്കുന്ന ടീംസ് ആരാന്നുള്ളത് നമുക്കറിയത്തില്ല. എന്താണെങ്കിൽ ഈ ഒരു MRC ഗ്യാങ്ങിന്റെ തൊപ്പി എങ്ങനെയാണ് ഈ ഒരു MRCയിലോട്ട് വരുന്നത്, ഇവന്മാർ ഈ ടാഗ് യൂസ് ചെയ്തിട്ട് ഇപ്പൊ ഉണ്ടാക്കുന്ന അപരാധങ്ങളൊക്കെ ഇതിനെ പറ്റിയിട്ടൂടെ പറയുന്നുണ്ട്. നമുക്ക് അതുകൂടെ കേൾക്കാം. എന്ന് പറയുന്നത് മാർസലസ് എന്ന് പേരുള്ള ഒരു ഗെയിമിംഗ് ഓർഗനൈസേഷൻ ആയിരുന്നു. അത് മനസ്സിലായോ? ഒരു ഗെയിമിംഗ് ഓർഗനൈസേഷൻ ആയിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഫോം ചെയ്തതാണ്. ഏകദേശം 8 വർഷം മുമ്പ് ഫോം ചെയ്ത ഒരു ഓർഗാണ് MRC. MRCയിൽ 8 വർഷം മുമ്പ് ജോയിൻ ചെയ്ത ഒരു പ്ലെയർ ആണ് ഞാൻ അവർക്ക് വേണ്ടി ഞങ്ങൾ കേരളത്തിൽ വേറെ ഒരു ലൈനപ്പുകളും ക്വാളിഫൈ ആവാത്ത സമയത്ത് കേരളത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇന്ത്യ ടൂർണമെന്റ്സ് ക്വാളിഫൈ ആയ ഒരു ലൈനപ്പ് ആയിരുന്നു ഞങ്ങളുടെ. ഞാൻ ഗോഗ്, റസിന്, വെനം, പിന്നെ ഈ പറയണത് പോലെ നമ്മുടെ കുറെ പേരുണ്ട് അതിനകത്ത്, ആക്സോളിക്ക്, നോയ്സി ബോയ്, ഇങ്ങനെ കുറെ നല്ല കിഡിലൻ പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു. അതായത് കമ്മ്യൂണിറ്റിയിലെ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് നല്ല പ്ലേയേഴ്സും അതുപോലെ അന്നത്തെ കമ്മ്യൂണിറ്റിയിലെ ടോപ്പ് സ്ട്രീമറായ ഗോകു ഉണ്ടായിരുന്ന ക്ലാനാണ് മാർസലസ് എന്ന് പറയുന്ന MRC. സോ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ബ്രീഫ് ആയിട്ട് ഒരു ചെറിയ കഥ പറയാം, എന്നിട്ട് ഞാൻ അവരുടെ ഞാൻ വിസി വരാൻ പറഞ്ഞിട്ടുണ്ട്, അവർ വന്ന് സംസാരിക്കും. സോ ഇതായിരുന്നു MRC എന്ന് പറയുന്ന ക്ലാൻ. ഈ MRCയിലേക്ക് തൊപ്പി എന്ന് പറയുന്ന ഒരു പ്ലെയറിനെ, അതായത് ആ സമയത്ത് അവൻ കുറച്ച് ഫാസ്റ്റ് ഫേസ് ചൈനീസ് ഗെയിം പ്ലേ പോലത്തെ അങ്ങനത്തെ സാധനങ്ങളും സ്നൈപ്പർ ഷോട്ടും ഒക്കെ ആയിട്ട് വന്ന ഒരു പ്ലെയറാണ് തൊപ്പി. നമ്മുടെ മീറ്റപ്പുകൾക്കാണെങ്കിൽ പോലും തൊപ്പി അങ്ങനെ ജോയിൻ ചെയ്യാറില്ല. അവൻ അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഒരു ടൈപ്പ് അങ്ങനത്തെ ഒരു ആളെ സ്വഭാവം അല്ലായിരുന്നു അവൻ. ആ സമയത്ത് നമ്മുടെ അത് ജോയിൻ ചെയ്തു. ഇത് വർഷങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി. എനിക്ക് ഒരു ടൈം ആയപ്പം MRC ഇറങ്ങേണ്ട വന്നു. അതിനുശേഷം ഞാൻ എന്റേതായിട്ടുള്ള ക്ലാൻ തുടങ്ങി. ഞാൻ പിന്നെ ബ്ലൈൻഡിൽ കയറി. അങ്ങനെയായിരുന്നു എന്റെ ജേണി. ഈ സെയിം സൈഡിൽ MRCയുടെ ജേണി എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ബ്ലൈൻഡിന്റെ ബൂട്ട് ക്യാമ്പ് ഒക്കെ ഫോം ചെയ്ത സമയത്ത് ഇതുപോലെ അവർക്കും ബൂട്ട് ക്യാമ്പ് ഉണ്ടായിരുന്നു കൊച്ചിയിൽ ബൂട്ട് ക്യാമ്പും ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് പൊക്കോണ്ടിരിക്കുമായിരുന്നു അവര്. സോ വൺസ് ഗോകുലും ഒക്കെ പുറത്തോട്ട് പോകണം എന്നുള്ളൊരു ഇതായപ്പോഴത്തേക്കിനും അതുപോലെ അശ്വിൻ ചേട്ടനും ബിസിനസ് പരമായിട്ട് കുറച്ച് കാര്യങ്ങൾ ആ ബൂട്ട് ക്യാമ്പ്, അതായത് നിങ്ങൾ ഈ പറയുന്ന MRCയുടെ ഈ തൊപ്പി അടങ്ങുന്ന ഗ്യാങ്ങിന്റെ വീടിനെ പറ്റിയല്ല പറയുന്നത്. അതിന് മുമ്പ് ഒരു വീടുണ്ടായിരുന്നു. ആ വീടിന്റെ ഫുൾ കാര്യങ്ങൾ ടേക്ക് കെയർ ചെയ്തുകൊണ്ടിരുന്നത് അശ്വിൻ ചേട്ടനാണ്. ഇത് കംപ്ലീറ്റ്ലി ഷട്ട് ഡൗൺ ആയ സമയത്താണ് തൊപ്പിയുടേതായിട്ടുള്ള ഒരു സ്ട്രീമിംഗ് ശൈലി, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ അവൻ തന്നെ സമ്മതിച്ച ഈ പറയുന്ന ഐഷോ സ്പീഡിന്റെ ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നു. ഈ ക്യാരക്ടർ വെച്ചിട്ട് അവൻ ഇത് നല്ലൊരു ഓഡിയൻസിനെ ബിൽഡ് ചെയ്യുന്നു, ഹ്യൂജ് കൗണ്ട് ഓഡിയൻസിനെ ബിൽഡ് ചെയ്യുന്നു, കോൺട്രവേഴ്സീസ് വരുന്നു, എല്ലാം വരുന്നു. ഇപ്പൊ നമ്മളൊന്നും വിചാരിക്കാത്തൊരു രീതിയിലാണ് ഇവർ തമ്മിലുള്ള കാര്യങ്ങൾ പുറത്തോട്ട് പോയത്. അതുകൊണ്ട് ഇപ്പോ നമ്മള് എല്ലാവരുടെ അടുത്തും കൂടിയിട്ടാണ് നമ്മളിപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി ഈ ഓർഗിന്റെ പേരിൽ ഒന്നും പറഞ്ഞാൽ ഞാനിപ്പോ തൊപ്പിനെ വിളിച്ചിട്ടാണെങ്കിൽ എല്ലാവരുടെ അടുത്തും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇതിലൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് അപ്പൊ തൊപ്പിന്റെ അടുത്ത് സംസാരിച്ചപ്പോഴും പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പേര് മാറ്റാൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീരുമാനിച്ചോന്ന് പറഞ്ഞ എന്റെ അടുത്തും ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് നിങ്ങളെ ഈ പ്രശ്നത്തിലൊന്നും താല്പര്യം, ഞങ്ങൾ ഇതുവരെ അതിൽ വന്നിട്ടില്ല, ഞങ്ങൾ ഇതുവരെ ഒന്നും സംസാരിച്ചിട്ടില്ല നിങ്ങളുടെ അടുത്ത് വന്നിട്ട്. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോഴാണ് അവൻ പറഞ്ഞത് അവൻ വേണമെങ്കിൽ ചിലപ്പോൾ പേര് മാറ്റും, ചിലപ്പോൾ അങ്ങനെ ചെയ്യാം എന്നൊക്കെയാണ്. ഈ MRC പോലും അവന്മാരുടെ അല്ല, ഈ MRCയുടെ ഇത് വെച്ചിട്ട് ഇവന്മാർ കാണിക്കുന്ന ഈ അപരാധങ്ങൾ എല്ലാം തൊപ്പി സ്ക്രിപ്റ്റ് ആയിട്ടുള്ള രീതിയിലായിരുന്നു എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാം സ്ക്രിപ്റ്റാണ്. ഇപ്പൊ അച്ചായന്റെ ആ ഒരു അമ്മയുടെ ആ ഒരു ഹോസ്പിറ്റൽ കേസിന്റെ സമയത്ത് ക്രിപ്റ്റോ പോയെന്ന് പറഞ്ഞാൽ അതുവരെ സ്ക്രിപ്റ്റ്, അങ്ങനെ എല്ലാ കാര്യത്തിലും സ്ക്രിപ്റ്റ്. അവസാനം സ്ക്രിപ്റ്റ് കളിച്ച് കൂടെ ഉള്ളവന്മാർ തന്നെ പിന്നീന്ന്
അടിച്ച് തന്നപ്പോഴത്തേക്കിന് ഇപ്പം മൊത്തത്തിൽ പണി പാളിയിട്ടിരിക്കുകയാണ്. ഇവന്മാരെ ഞാൻ പറഞ്ഞു വെച്ചിട്ട് ഇതിപ്പം ഇത്രയൊക്കെ ചെയ്ത് കൂട്ടിയിട്ട് എല്ലാം ആണെന്ന് പറയുമ്പോഴത്തേക്കിന് എൻ്റെ പൊന്നു തൊപ്പി, ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊന്നും പൊട്ടന്മാരല്ല. പിന്നെ ഷമീർ, അയ്യോ ഞങ്ങളൊന്നും ചെയ്തില്ല, ഞങ്ങൾ ചെയ്ത ഒരേ ഒരു തെറ്റ് അവൻ്റെ സത്യങ്ങൾ തുറത്ത് പറഞ്ഞത്. എടാ അവൻ്റെ ഇത് പറയുമ്പോൾ ഇവൻ ഈ പറയുന്ന ഓരോ അപരാധങ്ങൾ ചെയ്യുമ്പോഴും കാണിക്കുമ്പോഴല്ല ഇവൻ്റെ കൂട്ടത്തിൽ നിന്ന് ചെയ്തേക്കുന്നവന്മാരാണിത്. ഓക്കെ, എന്നിട്ട് ഇത് കണ്ടിട്ട് ഇത് ഭയങ്കര മാസമാണെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന കുറേ കൊച്ചു പിള്ളേർ, എൻ്റെ പൊന്നു മക്കളെ, ഇതൊക്കെ ഇൻസ്പിറേഷനായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ ദാണ്ട് അടുത്ത നിങ്ങളുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് സ്ട്രീമിങ്ങിലായിരിക്കത്തില്ല, നിങ്ങൾ ഏതെങ്കിലും ജയിലിനകത്തായിരിക്കും. ഓക്കെ, പിന്നെ പല ഇത്തരത്തിലുള്ള കുട്ടികളാണെങ്കിലും വലുതാകുമ്പോൾ തൊപ്പീനെ പോലെ സ്ട്രീമർ ആവണം, മറ്റവരെ പോലെ സ്ട്രീമർ ആവണം, ഇങ്ങനെ സ്ട്രീമർ ആവണം എന്നുള്ള രീതിയിൽ ഇപ്പോൾ പേരൻസിൻ്റെ അടുത്ത് ഇപ്പോൾ ഒരാൾ പോയി പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പ്രായമുള്ള ആൾക്കാരൊക്കെ എങ്ങനെയാണ് വിചാരിക്കുന്നുണ്ടാവുക? ഓക്കെ, സ്ട്രീമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിപ്പോൾ ഇത്ര ഇതായിട്ട് കണ്ടിരിക്കുന്ന തൊപ്പി, ഇവന്മാരുടെ ഈ അപരാധം, ഈ കാണിച്ചേക്കുന്ന തെമ്മാടിത്തരങ്ങൾ ഇതാണെന്ന് വിചാരിച്ചിട്ട് മോനെ നീ ഇനി സ്ട്രീമർ ആവണ്ട, കാര്യം ഈ അപരാധം അല്ലേ എന്നുള്ള അവർ പോലും വിചാരിച്ചു. ഇതിനകത്ത് ഇപ്പം നമ്മൾ കുറച്ച് ആൾക്കാർ ഇതിനകത്ത് ഈ സംഭവം ഇങ്ങനെ ഫോളോ അപ്പ് ഒക്കെ ചെയ്യുന്നത് കൊണ്ട് നമുക്കെല്ലാവർക്കും ഈ സംഭവം എന്താണെന്ന്, സ്ട്രീമിംഗ് എന്താണെന്ന് കുറച്ചറിയാം. പക്ഷേ കുറച്ചുകൂടെ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ചിലപ്പോൾ ഈ സംഭവങ്ങൾ അത്ര അറിയണമെന്നില്ല. അവർ നോക്കുമ്പോൾ എന്താണ് ഇതാണെന്ന് വിചാരിച്ചിരിക്കുക. അങ്ങനെ ഒരു ഇമേജ് എല്ലാവർക്കും തൊപ്പി അല്ലെങ്കിൽ ഇവരുടെ ഈ ഒരു ഗ്യാങ് മൊത്തത്തിൽ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എന്താണെങ്കിൽ ഇവന്മാർക്കിടയിലോട്ട് അന്വേഷണം വന്നിട്ട് പിടിച്ച് എല്ലാണത്തെ പിടി ഉള്ളിൽ തള്ളുക എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്താണെങ്കിൽ ഇത്രയും കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ളത് കൃത്യമായ കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ശരി.